വരുന്നൊരു മൂവിയാണ്. സോ ആ മൂവിയുടെ ഒരു എക്സ്പെക്ടേഷൻ സാർ ഒരിക്കലും കളഞ്ഞിട്ടില്ല. ഒരു ത്രില്ലിംഗ് ആയിട്ട് രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. ശരിക്കും ഒരു സീക്രട്ട് ഉണ്ട് കണ്ടാൽ പിന്നെ സീക്രട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ചെറിയൊരു സീക്രട്ട് അതിനകത്തുണ്ട്. വലിയ സീക്രട്ട് തന്നെ, പക്ഷേ ചെറിയ സീക്രട്ട് ഉണ്ട്. എല്ലാവരും തിരികെ വന്ന് വാച്ച് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ഒരുപാട് പേരുടെ ആദ്യത്തെ പ്രൊജക്റ്റ് കൂടിയാണ്. സത്യം പറയാം കാണുക, എല്ലാവരും അഭിപ്രായം പറയുക, എന്താണെങ്കിലും പറയുക. പേരിട്ടിരിക്കുന്നത് അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കാൻ എല്ലാവരും കാണും. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്താണ് അതിന്റെ സീക്രട്ട് എന്നുള്ളത്. സീക്രട്ട് മനസ്സിലാക്കാൻ എല്ലാവരും തിയേറ്ററിലേക്ക് വന്ന് കാണും. ശരിക്കും ഒരു സീക്രട്ട് ഉണ്ടോ പടത്തില്? ശരിക്കും ഒരു സീക്രട്ട് ഉണ്ട് കണ്ടാൽ പിന്നെ സീക്രട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. സ്വാമി സാർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നിമിത്തം, സിങ്ക്രോണിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ പറയില്ലേ ഒരാളെ നമ്മള് ഓർത്തിരിക്കുമ്പോ തന്നെ കോള് വന്നു, നമ്മൾ പറയില്ലേ 100 ആയുസാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതാണ് കാര്യം. അപ്പൊ എന്ത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴും അതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. അത് സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പറയണതാണ് സിനിമ. പക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. തിയേറ്ററിൽ പോയിട്ട് കാണും. നമുക്കറിയാം എസ്.എൻ. സ്വാമി സാറിന്റെ ഫസ്റ്റ് ഡയറക്ടറിൽ വരുന്നൊരു മൂവിയാണ്. സോ ആ മൂവിയുടെ ഒരു എക്സ്പെക്ടേഷൻ സാർ ഒരിക്കലും കളഞ്ഞിട്ടില്ല. ഒരു ത്രില്ലിംഗ് ആയിട്ട് രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. പിന്നെ ഇതിനകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ഒരാളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് സെൽഫ് കോൺഫിഡൻസ് തരുന്നു എന്നുള്ളൊരു ഇതാണ് തരുന്നത്. കാരണം എല്ലാവർക്കും ലൈഫിൽ ഓരോ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ നമ്മൾ വേറുള്ള കാര്യങ്ങൾ വിശ്വസിക്കാതെ നമ്മളെ തന്നെ വിശ്വസിക്കുക, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ആ പ്രോബ്ലംസ് ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് അവസാനം നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ആ ഒരു തീമാണ്. വൺ ടൈം ഉറപ്പായിട്ട് എല്ലാവരും മോശമാണ്. അടിപൊളി പെർഫോമൻസ് ആണ്. അറിയാലോ, അടിപൊളി ആണ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പിന്നെ സബ്ജക്റ്റ് എസ്.എൻ. സ്വാമി സാറിൻ്റെ മൂവീസ് എന്ന് പറയുമ്പം ആക്ടേഴ്സിനേക്കാളും നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യമാണ് ഇരിക്കുന്നത്. അപ്പം ഇതും എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ലൈഫിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.